നമ്മളെല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത് എമ്പുരാൻ എന്ന ചിത്രത്തെയായിരിക്കും. മോഹൻലാൽ ആരാധകർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും ഈ ചിത്രമാണ്. ഇതിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളതും. എന്നാൽ ഈ ചിത്രത്തിലേക്ക് പ്രതീക്ഷ വെക്കുമ്പോൾ മറ്റൊരു ഗംഭീര ചിത്രം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓർക്കുന്നില്ല. പ്രതീക്ഷ വലുതായിട്ടൊന്നും വെക്കുന്നില്ലെങ്കിലും അതൊരു ദ്വിഭാഷയിൽ ഇറങ്ങുന്ന പാൻ ഇന്ത്യൻ ചിത്രമാണ്. പറഞ്ഞു വരുന്നത് ഋഷഭ എന്ന ചിത്രത്തെക്കുറിച്ചാണ്. എന്തായാലും ഈ ചിത്രത്തെക്കുറിച്ച് പറയാൻ വരുമ്പോൾ എമ്പുരാന്റെ കാര്യം ആദ്യം പറയാം. എമ്പുരാന്റെ ടീസറൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് വലിയ പ്രതീക്ഷയിലിരിക്കുകയാണ് ഓരോ പ്രേക്ഷകരും. ആ പ്രതീക്ഷ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ ഇനി എല്ലാ ആരാധകർക്കും നോട്ടം ഈ ചിത്രം തിയേറ്ററിൽ എങ്ങനെ കളക്ഷൻ ഉണ്ടാക്കും, ഗംഭീര കളക്ഷൻ ഫസ്റ്റ് ഡേ നേടണം, ഏതൊക്കെ തിയേറ്ററിലെത്തും, എത്രയൊക്കെ സ്ക്രീനിൽ ഇത് വരും, എത്രയൊക്കെ സ്ക്രീനിൽ വന്നാൽ വലിയ കളക്ഷൻ നേടാൻ സാധിക്കും, ഫാൻ ഷോകൾ എത്ര കാണും എന്നുള്ള വലിയ ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ എങ്ങും ആരാധകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് കേരളത്തിലെ തിയേറ്ററുകാർ എമ്പുരാന് വേണ്ടിയുള്ള ഡിമാൻഡ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിയുമ്പോൾ വലിയൊരു അപ്ഡേറ്റ് കൂടി വന്നു. കേരളത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് കപ്പാസിറ്റി ഉള്ള സ്ക്രീനുകളിലെല്ലാം എമ്പുരാൻ തന്നെയെന്ന് കൺഫേംഡ് ആയിരിക്കുന്നു എന്ന വിവരങ്ങൾ. കേരളത്തിലെ കവിത, അപ്സര, ഐറിസ് ഫ്ലെക്സ്, രാധ, രാഗം, അഭിലാഷ്, കയം, രേവതി, പങ്കജ്, കൈരളി തുടങ്ങി നിരവധി വലിയ സ്ക്രീനുകളിൽ എല്ലാം എമ്പുരാനെ ചാർട്ട് ചെയ്തു എന്ന കൺഫർമേഷൻ ലഭിക്കുകയാണ്. ഈ ബിഗ്ഗസ്റ്റ് സ്ക്രീനിലെല്ലാം എമ്പുരാനാണ് വരുന്നത്. അത് ആരാധകരും ആവേശത്തോടെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 550-600 സ്ക്രീനുകളിൽ കേരളത്തിൽ മാത്രം എമ്പുരാൻ എത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ തിയേറ്ററുകളിലെല്ലാം എമ്പുരാൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള സിനിമകളുടെ കാര്യമാണ് വലിയ കഷ്ടത്തിലാകുന്നതും. അന്യഭാഷയിൽ നിന്നും വിക്രമിന്റെ സിനിമകളൊക്കെ എത്തുന്നുണ്ട്. ബിഗ്ഗസ്റ്റ് കപ്പാസിറ്റി ഉള്ള ബിഗ്ഗസ്റ്റ് സ്ക്രീനുകളിൽ എല്ലാം എമ്പുരാനാണ് കൺഫേമായി എന്ന വിവരങ്ങൾ വരികയാണ്. എക്സ്പെക്ട് ചെയ്യുന്നതിനനുസരിച്ച് 600-നകത്തുള്ള സ്ക്രീനുകൾ എമ്പുരാന് സുഖമായി തന്നെ ലഭിക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത്. കൂടാതെ ചിത്രത്തിന്റെ റിലീസിന് 2 മാസം നിൽക്കുമ്പോൾ തന്നെ ചിത്രത്തിന്റെ പ്രമോഷനുകളൊക്കെ പൃഥ്വിരാജും മോഹൻലാലും തുടങ്ങി എന്ന വിവരങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു. ഇവർ ഇന്റർവ്യൂ ഒക്കെ കൊടുത്തു തുടങ്ങി എന്ന വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം നമുക്ക് അറിയാൻ സാധിച്ചത്. അങ്ങനെ എമ്പുരാൻ തകൃതിയിൽ പ്രമോഷനും ഒക്കെയായി മുന്നേറുകയാണ്. അപ്പോഴാണ് ഋഷഭയെക്കുറിച്ച് കൂടി പറയേണ്ടി വന്നത്. കാരണം ഋഷഭ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നും മോഹൻലാലിന്റെ ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ്. മോഹൻലാൽ ഈ ചിത്രത്തിന്റെ വർക്കുകളൊക്കെ ചെയ്തു തീർത്തു കഴിഞ്ഞു. എമ്പുരാൻ ടീസർ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പാണ് മോഹൻലാൽ ഈ ചിത്രത്തിന്റെ വർക്കുകളൊക്കെ തീർത്തു എന്നാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. അതിനൊപ്പമാണ് ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള ചില ഇമേജുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് മോഹൻലാൽ ഫാൻ പേജുകളിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുകയാണ്. മോഹൻലാൽ ഋഷഭയിൽ എത്തുന്നത് 2 വ്യത്യസ്ത ഗെറ്റപ്പുകളിലാണ്. പഴയ കാലവും പുതിയ കാലഘട്ടവും മാറ്റിരിക്കുന്ന രീതിയിലാണ് ഈ ചിത്രത്തിന്റെ കഥ സഞ്ചരിക്കുന്നത്. അച്ഛൻ മകൻ ബന്ധത്തെ എടുത്തു കാണിക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള സിനിമയാണ്. മുംബൈയിലായിരുന്നു ഋഷഭയുടെ കറണ്ട് പ്രോജക്റ്റുകളൊക്കെ പുരോഗമിച്ചിരുന്നത്. ഋഷഭയുടെ കറണ്ട് പ്രോജക്റ്റ് ഇപ്പോൾ മുംബൈയിൽ നടക്കുന്നതുകൊണ്ട് മോഹൻലാലും അതിന്റെ പാർട്ടാണ്. പീറ്റർ ഹെയ്ൻ, ദിലീപ് സുബ്രായൻ കൂടാതെ സ്റ്റൺ സിൽവ പോലുള്ള ഫൈറ്റ് മാസ്റ്റേഴ്സിനൊപ്പമുള്ള വലിയ കോമ്പിനേഷനാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ ആക്ഷനുകളൊക്കെ ചെയ്യുന്നത്. വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രമാണ്. ഏതാണ്ട് 200 കോടി ബജറ്റിലുള്ള മോഹൻലാൽ ചിത്രമാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഒരുങ്ങുന്നതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വലിയ രീതിയിൽ മോഹൻലാൽ ആരാധകർക്കിടയിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഗുജറാത്തിൽ ചിത്രത്തിന്റെ വാർപ്പ് പോർഷനാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ചിത്രത്തിന്റെ കറണ്ട് പോർഷൻ മുംബൈയിൽ ഷൂട്ടിംഗ് നടക്കുന്നത്. അവിടെ നിന്നുള്ള ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ മോഹൻലാൽ ആരാധകർ പങ്കുവെക്കുന്നതും. എന്തായാലും വലിയ മാറ്റങ്ങൾക്കാണ് മോഹൻലാൽ അടക്കമുള്ള താരങ്ങൾ മോളിവുഡിന് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലുള്ള ജോണർ മാറ്റങ്ങൾ മലയാളത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഇപ്പോഴിതാ സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് എത്തിയിരിക്കുന്ന വിവരങ്ങൾ ശ്രദ്ധ നേടുകയാണ്. ഏറ്റവും ജനപ്രീതി നേടിയ ചിത്രങ്ങളിൽ ഒന്നായ ആടിന്റെ 3ാം ഭാഗം അങ്ങനെ ഒരു വലിയ ജോണർ മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നതാണ് മിഥുൻ മാനുവൽ തോമസ് പറഞ്ഞത്. ഇതിനുശേഷം ആട് 3 സംഭവിക്കാൻ പോകുന്നത് ഒരു സോംബി രീതിയിലാണെന്നുള്ള ഊഹാപോഹങ്ങൾ ആരാധകർക്കിടയിൽ നിന്നും പ്രചരിക്കുകയും ചെയ്തു. സോംബി അറ്റാക്ക് ഉണ്ടാകുന്നതും അത് ചെറുക്കാൻ ശ്രമിക്കുന്ന ആടിലെ ഷാജി പാപ്പനും കൂട്ടരും ചെന്നുപെടുന്ന അമിളികളിലും ചിരിപടർത്തുന്ന നിമിഷങ്ങളുമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന രീതിയിൽ. കൂടാതെ ഒരു 3D ചിത്രമായിരിക്കും എന്നും ഒക്കെ പറയപ്പെടുന്നു. എന്നാൽ മിഥുൻ മാനുവൽ തോമസ് പറയുന്നത് ശ്രദ്ധേയമാണ്. ജയസൂര്യ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത കോമഡി ചിത്രമായിരുന്നു ആട്. തിയേറ്ററിൽ വിജയമാകാതെ പോയ സിനിമ ഡിജിറ്റൽ റിലീസിന് ശേഷം വലിയ ആരാധകരാണ് ഉണ്ടായത്. തുടർന്ന് സിനിമയ്ക്ക് ഒരു 2ാം ഭാഗവും സംഭവിച്ചു. മികച്ച പ്രേക്ഷക പ്രതികരണം നേടിയ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും വലിയ കളക്ഷനാണ് സ്വന്തമാക്കിയത്. ചിത്രത്തിന്റെ 3ാം ഭാഗത്തിന്റെ പ്രഖ്യാപനം നേരത്തെ അണിയറ പ്രവർത്തകർ നടത്തിയിരുന്നു. ഇപ്പോഴത്തെ സിനിമയെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റുമായി എത്തിയിരിക്കുന്നത് സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് ആണ്. ഒരുപാട് വലിയ സിനിമയായിട്ടാണ് ആട് 3 വരുന്നതെന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത ഒരു ജോണർ ഷിഫ്റ്റ് സിനിമയിൽ ഉണ്ടാകുമെന്നും മിഥുൻ മാനുവൽ തോമസ് പറയുകയാണ്. നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം സിനിമകൾ അവതരിപ്പിക്കുന്നതിലാണ് ഇപ്പോഴത്തെ ഫിലിം മേക്കേഴ്സ് ശ്രദ്ധ കൊടുക്കുന്നത്. എമ്പുരാന്റെ ടീസർ ഇന്നലെ വന്നു. നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലാണ് ആ സിനിമയുടെ ക്യാൻവാസ്. ടെക്നോളജി ഒരു പരിധിവരെ ഇന്ന് നമുക്ക് അഫോർഡബിൾ ആണ്. സിനിമയിൽ വന്നുകൊണ്ടിരിക്കുന്ന നിലവിലെ മാറ്റങ്ങളെയും പരീക്ഷണങ്ങളെയും മുൻനിർത്തി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന ഒരു ജോണർ ഷിഫ്റ്റ് ആട് 3 ഉണ്ടാകും എന്ന് മിഥുൻ മാനുവൽ തോമസ് പറയുകയാണ്.